പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 ജനുവരി മാസം 12-ാം തീയതി ഞായറാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിന്റെ അളവറ്റ കൃപയാൽ 2025 എന്ന പുത്തൻ വർഷത്തിന്റെ രണ്ടാമത്തെ വിശുദ്ധ ദിനത്തിലേക്ക് നാം ഏവരും പ്രവേശിച്ചിരിക്കുന്നു. ഓരോരുത്തരും ആയിരിക്കുന്ന ഇടങ്ങളിൽ ആത്മാവാകുന്ന ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് ദൈവകൃപ അനുഭവിപ്പാൻ ഈ വിശുദ്ധ ദിനം ഏവരെയും സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആത്മാർത്ഥമായ ആശംസയോടും ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 6-ാം വാക്യം. 1 Thessalonians chapter 1 verse 6 നാം ഇങ്ങനെ വായിക്കുന്നു: ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം സ്വീകരിച്ച് ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു. പൗലോസും സില്വാനോസും തിമത്തിയോസും ഇതാ തെസ്സലോനിക്ക സഭയിലെ വിശുദ്ധന്മാർക്ക് ദൈവജനത്തിന് ശുശ്രൂഷിക്കുകയാണ്. തെസ്സലോനിക്ക സഭ എന്ന് പറയുന്നത് മറ്റുള്ള സഭയെക്കാട്ടിലും അല്പം കൂടെ കരുതേണ്ട സഭയാണ്. കാരണം ജാതീയ വിജാതീയ അനുഭവത്തിൽ നിന്നും ദൈവവചനത്തിന്റെ ആധികാരികതയിൽ വിശ്വാസത്തിലേക്ക് വന്ന ഒരു കൂട്ടം ദൈവമക്കളാണ്. ആത്മീയമായി അവർ ലഭിക്കപ്പെട്ട വചനത്തിൽ വിശ്വസിക്കുകയും എന്നാൽ അവരുടെ ചില സംശയങ്ങൾക്ക് ശക്തമായ മറുപടി നൽകുകയും ചെയ്യുന്നത് ഈ 1-ാം ലേഖനത്തിന്റെ പ്രത്യേകതയാണ്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് പറയുന്നത്. തെസ്സലോനിക്ക സഭയിലെ വിശ്വാസികൾ ബഹു കഷ്ടം സഹിച്ചുകൊണ്ട് ഈ ദൈവദാസന്മാർ നൽകിയ സുവിശേഷം അവർ പരിപൂർണമായി വിശ്വസിച്ച് ഏറ്റെടുത്ത് കർത്താവിനും വചനം കൊടുത്ത പ്രിയ സഹോദരങ്ങൾക്കും അവർ അനുകാരികളായി തീർന്നു. ആ വചനത്തെയും കർത്താവിനെയും അവരെ നയിച്ച ദൈവദാസന്മാരെയും അവർ അനുകരിക്കുവാൻ തയ്യാറായി. ഇവിടെ പറയുന്നുണ്ട്, അവർ ബഹു കഷ്ടം സഹിച്ചു, എന്നിട്ടും പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെയാണ് അവർ ഈ കഷ്ടം സഹിച്ച് വചനം സ്വീകരിച്ച് കർത്താവിന്റെ അനുകാരികളായി തീർന്നത്. എന്തുകൊണ്ടാണ് ഇവർ ബഹു കഷ്ടം സഹിക്കുവാൻ ഇടയായി തീർന്നത്? ഇതേ അധ്യായം 4-5 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ഈ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവരോട് പ്രസംഗിച്ച വചനം മാത്രമായിട്ടല്ല, ശക്തിയോടെ പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണ നിശ്ചയത്തോടെ അവരിലേക്ക് ആഴ്ന്നിറങ്ങുകയായിരുന്നു ചെയ്തത്. ആ വചനം അവരുടെ ഹൃദയത്തിൽ രൂഢമൂലമാകുവാൻ ബഹുനിശ്ചയത്തോടെ, ശക്തിയോടെ, ദൈവകൃപയോടെ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തോടെ അവരിലേക്ക് ആഴ്ന്നിറങ്ങി. അതെ, ഈ വർഷത്തെ 2-ാമത്തെ വിശുദ്ധ ദിനമാണ് ഇന്ന്. എന്റെ പ്രിയ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, എവിടെയാണെങ്കിലും ആരാധനയ്ക്ക് പോകുവാനുള്ള ഒരുക്കത്തിലാണ്. ഞാൻ ചോദിക്കട്ടെ, എത്രയോ നാളുകളായി നാം ദൈവവചനം കേൾക്കുന്നു. ഒരു ദൈവദാസൻ
വചനം ശുശ്രൂഷിക്കുവാൻ വാക്യം വായിക്കുമ്പോഴേ ആ വാക്യത്തെ സംബന്ധിച്ച് ഏറ്റവും കുറഞ്ഞ് 10 പ്രസംഗമെങ്കിലും നമുക്കറിയാം. ഒരു 50 പ്രസംഗമെങ്കിലും നാം പല സന്ദർഭങ്ങളിലായി കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വചനം എന്ന് പറയുന്നത് ഒരു പുതുമയില്ല, അതിനോടൊരു ആത്മാർത്ഥതയില്ല. വളരെ ലളിതമായും ഒരു താല്പര്യമില്ലാതെയുമാണ് നാം അങ്ങ് ഇരുന്നു കൊടുക്കുകയാണ്. നമ്മുടെ കുഴപ്പം അവിടെയാണ്. കാരണം നമ്മൾ ഒന്ന് കഷ്ടം സഹിക്കാതെയാണ് ഇതൊക്കെ ലഭിച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, വില കൊടുക്കുന്നതിന് മാത്രമേ മൂല്യമുള്ളൂ, അതിന് മാത്രമേ ജീവനുള്ളൂ. രക്ഷ സൗജന്യമായി ഒരുവൻ ഒരിക്കലായി തന്റെ ജീവൻ കാൽവറിയിൽ യാഗമാക്കി. അതുകൊണ്ട് നമുക്കെന്ന് നഷ്ടം വന്നു. അതുകൊണ്ടാണ് വിലയില്ലാത്തത്. നിങ്ങൾ ഇന്നലത്തെയും കഴിഞ്ഞ ദിവസങ്ങളിലെ എന്തിന് 2025 മാത്രം പത്ര ദൃശ്യ മാധ്യമങ്ങളിലെ വാർത്ത കണ്ടാൽ വിദ്യാസമ്പന്നരായ വലിയ പോസ്റ്റുകളിലുള്ളവർ പോലും മന്ത്രവാദത്തിനും കാര്യസാധ്യത്തിനും വളരെ അന്ധവിശ്വാസങ്ങൾക്കുമായി തങ്ങളുടെ ജീവിതം ഹോമിക്കുന്നു, മറ്റുള്ളവരെ ബലി കൊടുക്കുന്നു. ഇതിനൊക്കെ പണം ചെലവാക്കുന്നു, കള്ളത്തരങ്ങൾ കാണിക്കുന്നു, ആൾക്കാരെ സ്വാധീനിക്കുന്നു, എന്തെല്ലാം ബുദ്ധിമുട്ടും കഷ്ടവും പ്രയാസവും നേരിടുന്നു. അവസാനം കുറെ നാളുകൾക്ക് ശേഷം ഇത് പുറത്തു വരുന്നു. നിയമത്താൽ പിടിക്കപ്പെട്ട് അഴിക്കുള്ളിൽ ആയിത്തീരുന്നു. എന്തു ഗുണം! എന്നാൽ കാൽവറി കൊലക്കളത്തിൽ പുത്രൻ തമ്പുരാനെ യാഗമാക്കിയത് ഞാനും നിങ്ങളും ഒരു പണം പോലും അതിന് ചിലവിടാതെ രക്ഷ സ്വായത്തമാക്കുവാനാണ്. അതുകൊണ്ട് നമുക്കതിനോട് വിലയില്ല, നമ്മളതിനെ അഗണ്യമാക്കുന്നു. എന്നാൽ തെസ്സലോനിക്കയിലെ വിശ്വാസ സമൂഹം ബഹു കഷ്ടം സഹിച്ച് ദൈവവചനത്തിനു വേണ്ടി, വിശ്വാസത്തിനു വേണ്ടി അവർ നിലകൊണ്ടു. നിങ്ങൾ അടുത്ത വാക്യമായ 7-8 വാക്യങ്ങൾ വായിക്കണം. അതുകൊണ്ട് അഖായയിലും മറ്റു പലയിടങ്ങളിലും നിങ്ങളുടെ വിശ്വാസം പ്രശംസനീയമാണ്. ആൾക്കാർ നിങ്ങളുടെ വിശ്വാസം അനുകരിക്കുന്നു. പ്രിയമുള്ളവരെ, നാം വചനത്തിന് എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വളരെ വേദനയോടെ ഈ വിശുദ്ധ ദിനം അതിരാവിലെ എല്ലാ കൂട്ടായ്മകളോടും സഭകളോടുമുള്ള തികഞ്ഞ ബഹുമാനത്തോടെ പറയട്ടെ, നിർഭാഗ്യവശാൽ നമ്മുടെ സഭകൾ വേണ്ടവണ്ണം ദൈവവചനം വ്യക്തമായി പഠിപ്പിക്കുന്നില്ല. കാരണം സഭാഭക്തിയാണ് ഇന്ന് പഠിപ്പിക്കുന്നത്. ഇന്നത്തെ നവീന പലവിധ പുതിയ പെന്തക്കോസ്തും പഴയ പെന്തക്കോസ്തു സഭകളും പറയും, പാരമ്പര്യ സഭകൾ സഭാപിതാക്കന്മാരെയും പാരമ്പര്യവും പഠിപ്പിക്കുന്നു. അതേസമയം ഈ പറയുന്നവര് ചെയ്യുന്ന എന്താണ്? അവരുടെ സഭയുടെ മുതിർന്ന സീനിയർ ആൾക്കാരെ ദൈവത്തെക്കാൾ മുൻസ്ഥാനം നൽകി എന്തോ വലിയ ആളാക്കി വെച്ച് ആദരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ മറ്റൊരു തലത്തിലുള്ള ജീവനുള്ള വിഗ്രഹാരാധന എന്ന് എനിക്കതിനെ വിശേഷിപ്പിക്കുവാൻ കഴിയുകയുള്ളൂ. ചുരുക്കത്തിൽ എല്ലാരും ചെയ്യുന്നത് ഒന്ന് തന്നെ. എന്നിട്ട് അവരവർക്ക് വേണ്ട ചില വാക്യങ്ങൾ എടുത്തു പിടിച്ചുകൊണ്ട് അന്യോന്യം കുറ്റപ്പെടുത്തുന്നു. വചനം ആരാണ് പഠിപ്പിക്കുന്നത്?
പഠിപ്പിച്ചാൽ തന്നെ അവരവരുടെ സഭയ്ക്ക് കെട്ടുറപ്പുള്ളത് അവരവരുടെ സഭയിൽ നിന്ന് പുറത്തു പോകാതെ പുറത്തുള്ള ആളിനെ എങ്ങോട്ട് ഇങ്ങനെ കൊണ്ടുവരാം എന്ന് ആകർഷിക്കുന്നത് മാത്രം പഠിപ്പിച്ച് ഒരു പാക്കേജ് നൽകി നിർത്തുന്ന യുദ്ധസന്നദ്ധരാക്കി ഒരുക്കുകയല്ലാതെ പ്യൂർ ഗോസ്പൽ, നിർമ്മല സുവിശേഷം ഇന്ന് കേരളത്തിലെ ക്രൈസ്തവ സഭകളിൽ എത്ര പേര് പഠിപ്പിക്കുന്നു? അങ്ങനെ പഠിപ്പിച്ചാൽ കേരളത്തിലെ ക്രൈസ്തവരുടെ ഇടയിലെ ആക്രമണ സ്വഭാവം ഇല്ലാതാകും, പണത്തിനോടുള്ള ആർത്തി ഇല്ലാതെയാകും, കൊലപാതകങ്ങൾ ഇല്ലാതെയാകും, ഡിവോഴ്സുകൾ ഇല്ലാതെയാവും. നമ്മുടെ ആരാധനാലയങ്ങൾ ആൾക്കാരെ കൊണ്ട്, വിശ്വാസികളെ കൊണ്ട് നിറയും. സഭാ കേസുകൾ ഇല്ലാതെയാകും, അന്യോന്യമുള്ള മത്സരങ്ങൾ ഇല്ലാതെയാകും. ഇന്ന് നാം വഴിയിൽ കാണുന്ന മാർച്ചുകളും സമരങ്ങളും ഇല്ലാതെയാകും. വളരെ വേദനയോടെയാണ് നാം ഈ നാളുകളിൽ പത്രമാധ്യമങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. കുഴപ്പം വചനം വേണ്ടവണ്ണം പഠിക്കുന്നില്ല. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, കാലം അതിന്റെ അന്ത്യത്തിലെത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രകൃതി, ജീവജാലങ്ങൾ, ശാസ്ത്രം, പ്രപഞ്ചം ഇവയെല്ലാം വചനം പ്രകാരം അതിന്റെ സകല മുന്നറിയിപ്പുകളും നൽകി കഴിഞ്ഞു. ഇപ്പോൾ അടുത്ത നടപടിയിലേക്ക് നീങ്ങുകയാണ്. പക്ഷേ കേരളത്തിലെ ദൈവമക്കൾക്ക് മാത്രം ഒരു കുലുക്കവുമില്ല. ഇതൊന്നും യേശുന്നതേ ഇല്ല. പോരാ, തെസ്സലോനിക്ക സഭയെ പോലെ കഷ്ടം സഹിച്ച് പരിശുദ്ധാത്മ സന്തോഷത്തോടെ ദൈവവചനം അംഗീകരിച്ച് കർത്താവിനെ അനുകരിക്കുന്നവരായി തീരണം. അങ്ങനെയാകുമ്പോൾ മറ്റുള്ളതൊന്നും നമുക്കൊരു പ്രശ്നമല്ല. ഇന്നിന്റെ വിഷയങ്ങൾ, നമ്മളെ അലട്ടുന്ന നമ്മുടെ വ്യക്തിപരവും കുടുംബപരവുമായ വിഷയങ്ങൾ, ഇവയൊന്നും നമ്മുടെ മുമ്പിൽ ഒരു പ്രശ്നമല്ലാതെയാകും. കാരണം നമ്മുടെ ലക്ഷ്യം മാറി, നമ്മുടെ പ്രയോറിറ്റി മാറി. അതെ, മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്നവർക്ക് തമ്പുരാൻ വേണ്ടത് വേണ്ട സമയത്ത് നൽകും എന്നുള്ള ധൈര്യവും തിരിച്ചറിവും ഉറപ്പും നമ്മുടെ ഹൃദയത്തിലോട്ട് കയറുമ്പോൾ ബാക്കിയുള്ള ചിന്താകുലമൊക്കെ വിട്ടുകളയും, വചനത്തിലങ്ങ് ഉറയ്ക്കും. അതുകൊണ്ടാണ് തന്നെ അനുഗമിച്ച ശിഷ്യന്മാരോടും പുരുഷാരത്തോടും യേശു ആവർത്തിച്ചു പറഞ്ഞു, ചെവിയുള്ളവൻ കേൾക്കട്ടെ. വീണ്ടും പറഞ്ഞു, നിങ്ങൾ വചനം അറിയായികയാൽ വളരെ തെറ്റിപ്പോകുന്നു. അതെ, ഇന്ന് അത് തന്നെയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ ഏത് ഡിനോമിനേഷനിൽ പെട്ടവരുമായിക്കൊള്ളട്ടെ, പ്രിയ ദൈവമക്കളെ, എന്നോട് പരിഭവിക്കരുത്. നിങ്ങൾക്ക് വചനത്തിൽ ഉറയ്ക്കണമെങ്കിൽ അവരവർ ദിവസം അരമണിക്കൂറെങ്കിലും ദൈവവചനം ധ്യാനിക്കണം, വായിക്കണം, പഠിക്കണം, പ്രാർത്ഥിക്കണം. അങ്ങനെ വചനത്തിൽ സന്തോഷിക്കണം. തെസ്സലോനിക്ക സഭയുടെ വലിയ പ്രത്യേകത അതായിരുന്നു. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നു, ഞങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് സന്തോഷമേ ഉള്ളൂ, സ്തോത്രമേ ഉള്ളൂ, ഒന്നും പറയേണ്ടതില്ല. അവരിൽ നിന്നും വാങ്ങിപ്പോയവരെ കുറിച്ച് പോലും അവർക്ക് വളരെ ശുഷ്കാന്തിയായിരുന്നു. അതുകൊണ്ട് അവരുടെ ചിന്ത അങ്ങോട്ട് മാറിയത് കൊണ്ടാണ് യേശുക്രിസ്തുവിന്റെ പുനരാഗമനത്തെ കുറിച്ച് പറയുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന കാലത്തോളം 1 തെസ്സലോനി 4,
16 മുതലുള്ള വാക്യങ്ങൾ നാം ആവർത്തിച്ച് ഉരുവിടുന്നത്. കാരണം അവരുടെ വലിയ സംശയത്തിന്, അവരുടെ വലിയ ആൻസൈറ്റിക്ക് പൗലോസ് നൽകുന്ന മറുപടിയാണ് കർത്താവ് താൻ ഗംഭീരനാദത്തോടും എന്നാരംഭിക്കുന്ന വാക്യങ്ങൾ അവരോട് സംസാരിക്കുന്നത്. അവരുടെ വിശ്വാസം എത്ര ഉന്നതമായിരുന്നു, എത്ര ശ്രേഷ്ഠമായിരുന്നു. ഞാൻ വളരെ സ്നേഹത്തോടും ദൈവകൃപയിൽ ആശ്രയിച്ചും പറയട്ടെ, കഴിഞ്ഞ 120-ലധികം വർഷമായി മലയാള ഭാഷയിൽ, നമ്മുടെ ഭാഷയിൽ നമുക്ക് മലയാളം ബൈബിൾ അച്ചടിച്ച് നമ്മുടെ കരങ്ങളിൽ കിട്ടിയിട്ട്, ഒരുപക്ഷെ നിങ്ങളുടെ ഭവനങ്ങളിൽ ഏറ്റവും വിലയേറിയ ബൈബിൾ ഓരോ ആൾക്കും ഉണ്ടായിരിക്കാം. പക്ഷേ നിങ്ങൾ എത്ര പേരത് വായിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്? ഇന്നുവരെ വേദപുസ്തകം എടുക്കാതെ വായിക്കാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്നതിന് തുടക്കം കുറിക്കണം. ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും തെസ്സലോനിക്കയിലെ വിശ്വാസികൾ ആ കഷ്ടം പരിശുദ്ധാത്മ സന്തോഷത്തോടെ സഹിച്ച് വചനം സ്വീകരിച്ച് കർത്താവിനും അവർക്ക് വചനം കൊടുത്തവർക്കും അനുകാരികളായി തീർന്നു. അങ്ങനെയെങ്കിൽ ദൈവവചനത്തിനും കർത്താവിനും നമുക്കും അനുകാരികളായി തീരാം. ഞാനും നിങ്ങളും ദൈവവചനം വായിച്ചാൽ മാത്രമേ നമ്മുടെ തലമുറ വായിക്കുകയും പഠിക്കുകയും ആരാധനയ്ക്ക് പോവുകയും ചെയ്യുകയുള്ളൂ. ഒപ്പം ഞാൻ ഒരു കാര്യം കൂടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരോട് പറയട്ടെ. ടെക്നോളജി എല്ലാം ദൈവം നമുക്ക് നൽകിയത് തന്നെയാണ്. പക്ഷേ ഞാൻ വളരെ വിനീതമായി ഈ വിശുദ്ധ ദിനം അതിരാവിലെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് പറയുന്നു, നിങ്ങളുടെ മൊബൈലിലും നിങ്ങളുടെ ടാബിലും ഒക്കെ എല്ലാ വേർഷനിലെയും വേദപുസ്തകം പല ഭാഷകളിലെ ഉണ്ടായിരിക്കാം. എന്നാലും നിങ്ങൾ ദയവായി ഫിസിക്കലി ബൈബിൾ എടുത്ത് വായിക്കണം. ഫിസിക്കലി ഇത് നിങ്ങളുടെ കരങ്ങളിൽ എടുക്കണം. നിങ്ങൾ തുറന്നു വായിക്കണം. അതിന്റെ ഒരു തൃപ്തിയും സന്തോഷവും, പ്രിയമുള്ളവരെ, എത്ര ടെക്നോളജി വളർന്ന് എത്ര എളുപ്പത്തിൽ കിട്ടിയാലും ആ ഒരു തൃപ്തി ഒരിക്കലും കിട്ടുകയില്ല. ഞാൻ പറഞ്ഞത്, നമുക്കറിയാൻ പറ്റാത്ത ഒരു ഇന്റിമസി നമുക്കതിനോടുണ്ടാകും. മൊബൈലിലോ മറ്റു നൂതന സജ്ജീകരണങ്ങളിലോ നാം വായിച്ചാൽ ശരിയാണ്, ചോദ്യം ശരിയാണ്, അത് തന്നെയല്ലേ ഇത്, വായിച്ചാ പോരെ, ശരിയാ. പക്ഷേ അത് വായിക്കുമ്പോൾ ഫേസ്ബുക്കും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ഒക്കെ നോക്കുന്ന അതേ മാനദണ്ഡം മാത്രമേ നമുക്കുണ്ടാവുകയുള്ളൂ. കാരണം ഇത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാട്സപ്പിൽ മെസ്സേജ് വരും, മറ്റു പലതിലും മെസ്സേജ് വരും. നമ്മൾ ഉടനെ അതിലോട്ട് ശ്രദ്ധ തിരിയും. നമുക്കതിനോടുള്ള താല്പര്യം മാത്രമേ ഉള്ളൂ. എന്നാൽ ഈ മൊബൈലും ഒക്കെ മാറ്റിവെച്ച് നാം വാങ്ങിയ നമ്മുടെ കയ്യിലുള്ള ബൈബിൾ ഒന്ന് തുറന്നു വായിച്ചാൽ ഏകാഗ്രതയോടെ, വളരെ തുറന്ന മനസ്സോടെ ദൈവസന്നിധിയിൽ ധ്യാനിക്കുവാൻ ഇടയാകും. അതുകൊണ്ട് തെസ്സലോനിക്ക സഭയെ പോലെ ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നാലും പരിശുദ്ധാത്മ സന്തോഷത്തോടെ ദൈവവചനം സ്വീകരിച്ച് കർത്താവിന്റെ അനുകാരികളായി ആയിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിനെ സേവിപ്പാൻ ഇടയാകട്ടെ. ഞാൻ ഇന്ന സഭയുടെ അംഗമെന്നും ഇന്ന കൂട്ടായ്മയിലാണെന്ന് പറയുന്നതിനേക്കാളും ഞാൻ എൻ്റെ കർത്താവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പറയുന്നതിലാണ് പ്രാധാന്യം. അതുകൊണ്ട് നിങ്ങൾ സഭ വിട്ട് ഓടിപ്പോകണമെന്നോ സഭയിൽ നിൽക്കരുതെന്നോ പോകരുതെന്നോ ഒന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ അവയൊക്കെ രണ്ടാമതേ ഉള്ളൂ. ഒന്നാം സ്ഥാനം എന്നും കർത്താവിനും ദൈവവചനത്തിനുമാണ്. അതിന് മാത്രമേ നമ്മളെ വിടുവിക്കുവാൻ കഴിയുകയുള്ളൂ. ആകയാൽ തെസ്സലോനിക്ക സഭയെ പോലെ മാതൃകയുള്ള, സാക്ഷ്യമുള്ള,
ശ്രേഷ്ഠകരമായ ജീവിതത്തിന്റെ ഉടമകളായി നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിനെ സേവിപ്പാൻ, അതിൽ കൂടെ വിടുതലും അനുഗ്രഹവും വിജയവും പ്രാപിപ്പാൻ സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും ഇടയാക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മുടെ ആത്മീയ കണ്ണുകളെ പ്രകാശിപ്പിക്കുകയും നമ്മുടെ ആത്മീയ ജീവിതങ്ങളെ ഒരുക്കുകയും ചെയ്യട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ പുത്തൻ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഈ വർഷത്തിന്റെ 2ാമത്തെ വിശുദ്ധ ദിനത്തിലേക്ക് അവിടുന്ന് ഞങ്ങളെ പ്രവേശിപ്പിച്ചുവല്ലോ. ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച ദൈവവചനത്തിനായി സ്തോത്രം. ഞങ്ങൾക്ക് വളരെ സൗജന്യമായി, വളരെ ലളിതമായി ലഭിക്കപ്പെട്ടത് കൊണ്ട് വേണ്ട വില കൊടുക്കാതെ, പ്രാധാന്യം കൊടുക്കാതെ ഞങ്ങൾ പലപ്പോഴും പിന്തള്ളിക്കളഞ്ഞിരിക്കുന്ന ദൈവവചനത്തിന് എത്രത്തോളം സ്ഥാനമുണ്ട് എന്ന് തെസ്സലോനിക്ക സഭയുടെ അനുഭവം ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. ആകയാൽ ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നാലും പരിശുദ്ധാത്മ സന്തോഷത്തോടെ തെസ്സലോനിക്ക സഭ വചനത്തെ സ്വീകരിക്കുകയും കർത്താവിനെയും അവർക്ക് വചനം നൽകിക്കൊടുത്തവരെ അനുകരിക്കുകയും ചെയ്തതുപോലെ ഞങ്ങളും വചനത്തിന് പ്രാധാന്യം കൊടുക്കുവാൻ, കർത്താവിനെ മാത്രം അനുകരിക്കുന്നവരായി തീരുവാൻ ഇടയാകണമേ. ഇന്ന് ഈ ദൈവവചനം കേൾക്കുന്ന എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കണം. വചനത്തിന് മുൻസ്ഥാനം കൊടുത്ത് കർത്താവിനെ അനുകരിച്ച് നിത്യത തുറമുഖത്ത് യുഗായുഗങ്ങൾ വസിപ്പാൻ ഞങ്ങളെ ഒരുക്കണമെന്ന് യേശു മശിഹാ മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഇന്ന് നാം കേട്ട വചനം നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടണം. വചനത്തിനുള്ള പ്രാധാന്യം, ത്യാഗം സഹിച്ച്, കഷ്ടം സഹിച്ച് വചനം അനുഷ്ഠിക്കുവാൻ, പാലിക്കുവാൻ, അനുസരിക്കുവാൻ, അതിലൂടെ കർത്താവിനെ അനുകരിക്കുവാൻ ഇടയായി തീരട്ടെ. അങ്ങനെ നിത്യരാജ്യത്തിന്റെ ഉടമകളായി ആയിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിനെ ഉയർത്തുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ ദിനം ഏവർക്കും അനുഗ്രഹത്തിന്റെയും നന്മയുടെയും സമ്പൽ സമൃദ്ധിയുടെയും ആയുരാരോഗ്യത്തിന്റെയും ദിനമായി തീരട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.